1 Corinthians chapter 11 verses 27 to 29. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 കൊരിന്ത്യർ 11 21 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ തിരുവത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തിരുവത്താഴത്തിന് മുൻപ് 1-ാം നൂറ്റാണ്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത്താഴം, നമ്മളത് ചിന്തിച്ചതാണ്. അവരൊരുമിച്ച് അത്താഴം കഴിച്ച ശേഷം, ഷെയർ ചെയ്ത് അത്താഴം കഴിച്ച ശേഷമാണ് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ആ അത്താഴം തിരുവത്താഴത്തിന്റെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് ഓർപ്പിക്കുകയാണ്. 22-ാം വാക്യത്തിൽ സഹവിശ്വാസികളെ കരുതാതെ അവരെ അവഗണിച്ചുകൊണ്ട് തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് ഓർപ്പിക്കുന്നു. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷയുടെ ഊർജ്ജൻ, അതിന്റെ ആരംഭമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 26-ാം വാക്യത്തിൽ നാം തിരുവത്താഴത്തിൽ സംബന്ധിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത് എന്ന് അവിടെ ഓർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 32 വരെയുള്ള വാക്യങ്ങളിൽ തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടല്ല അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 33-34 വാക്യങ്ങൾ ഫൈനൽ എക്സോർട്ടേഷനാണ്. കൊരിന്ത്യർക്ക് വിശേഷാൽ കൊടുക്കുന്ന പ്രബോധനമായിട്ടാണ് നാം കാണുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്ക് വരാം. 27, 28, 29 വാക്യങ്ങളാണ്. ഈ ഭാഗം ധ്യാനിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും വളരെ ഭയത്തോടുകൂടെയാണത് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കൊടുക്കേണ്ട ഗൗരവം കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ, തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഗൗരവത്തിൽ, ആ ഭയത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റബോധത്തോടുകൂടെ ഞാൻ ഈ ഭാഗം ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള തെറ്റുകൾ കാണാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 27-ാം വാക്യം ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. നമ്മൾ ഓർത്തല്ലോ, തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ വാക്യത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഒന്ന്, അയോഗ്യമായി തിരുവത്താഴത്തിൽ സംബന്ധിക്കരുത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അങ്ങനെ സംബന്ധിച്ചാൽ, അയോഗ്യമായി കർത്തൃമേശയിൽ തിരുവത്താഴത്തിൽ സംബന്ധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം 1-ാം ഭാഗം ചിന്തിക്കാം. അയോഗ്യമായി കർത്തൃമേശയിൽ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ പാടില്ല. എന്താണ് അയോഗ്യമായി എന്ന് പറഞ്ഞാൽ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പാപം ചെയ്തിട്ട് കർത്തൃമേശയിൽ സംബന്ധിക്കുന്നത് അയോഗ്യമായി സംബന്ധിക്കുകയാണ്. പാപം ചെയ്തിട്ട് അതിന് പരിഹാരം വരുത്താതെ, അത് പറയുമ്പോൾ ഭയം തോന്നുന്നു.
അതായത് പാപം ചെയ്യാമെന്നല്ല അതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പാപം ചെയ്യാതെ ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തിന്റെ സാധ്യത വളരെയാണ് എന്ന് ദൈവത്തിന് അറിയാം. നാം രക്ഷിക്കപ്പെട്ടെങ്കിലും ജീവിക്കുന്നത് പാപലോകത്തിലാണ്, പാപ ശരീരത്തിലാണ്. അതുമാത്രമല്ല, പിശാച് ശക്തമായി വിശേഷാൽ ദൈവമക്കളെ, വിശ്വാസികളെ പാപത്തിൽ അകപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പാപം ചെയ്യാതെ ജീവിക്കണം, അതിനുള്ള ദൈവകൃപ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 4-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. പലപ്പോഴും നമ്മളത് ഓർത്തിട്ടുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനും നമ്മൾ കൃപാസനത്തിലേക്ക് ചെല്ലുക എന്ന്. അവിടെ അതിന്റെ മുൻവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതാണ്, നമ്മൾ പാപത്തിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലും ശരീരത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഓടി കൃപാസനത്തിലേക്ക് ചെന്നാൽ അതിൽ അവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. ഒന്നുകിൽ ആ സാഹചര്യങ്ങളെ മാറ്റിത്തരും, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ടുള്ള കഴിവ് തരും. അങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കണം. എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ. എന്നാൽ അബദ്ധം പറ്റിപ്പോയാൽ, ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്തു പോയാൽ, അത് നമ്മൾ ഓർക്കണം. തിരുവെഴുത്തത് വ്യക്തമായി പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:8 പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ എത്ര സൂക്ഷിച്ച് ജീവിച്ചാലും അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, അതിനുള്ള അനുവാദമായിട്ടല്ല പറയുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് പരിഹരിച്ചിട്ട് വേണം. എങ്ങനെ പരിഹരിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 1:8-9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, നമ്മളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവെ ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മപാപവും കർമ്മപാപവും ക്ഷമിച്ച് ക്രിസ്തു തുല്യരായി നമ്മളെ മാറ്റുകയാണ്. എന്നാൽ തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ എന്തെങ്കിലും വന്നാൽ, ഒരു ദിവസം എക്സാമ്പിളായിട്ട് പറയാണ്, 2 തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കർത്താവെ ഇന്ന് 2 തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്നല്ല. ആ ചെയ്ത ഓരോ തെറ്റും കർത്താവിനോട് ഏറ്റുപറയുകയും അത് ശിക്ഷാർഹമാണെന്ന് ബോധ്യപ്പെടുകയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കും. അങ്ങനെ വന്ന് വേണം തിരുവത്താഴത്തിൽ സംബന്ധിക്കാനായിട്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകാം, അങ്ങനെ എന്തെങ്കിലും പരിഹരിക്കാതിരുന്നാൽ, കർത്തൃമേശയിൽ പങ്കെടുക്കാതിരുന്നാൽ എന്ന്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഒരു വാക്യത്തിന്റെ വിശദീകരണം പറയുമ്പോൾ അത് പറയുന്നതായിരിക്കും. ഇപ്പോൾ അത് പറയുന്നില്ല. ഓർപ്പിക്കുന്നത്, തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കാതിരിക്കരുത്, അതിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അപ്പൊ ഒന്നാമത് അതാണ്. അയോഗ്യമായി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് അത് പരിഹരിക്കാതെ പങ്കെടുക്കുന്നത് അയോഗ്യമായി പങ്കെടുക്കുകയാണ്. അതിനാൽ നമ്മൾ കുറ്റക്കാരാകും അഥവാ ശിക്ഷാർഹരാകും എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. രണ്ടാമത്തെ കാര്യം, ഈ അയോഗ്യമായി എന്നുള്ളതിന് മലയാളത്തിൽ ആ കാണുന്ന വാക്കിന് ഇംഗ്ലീഷ് ചില പരിഭാഷകളിൽ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് ചില വേർഷൻ നമ്മൾ കാണുന്നത്. ചില പരിഭാഷയിൽ കാണുന്നത് കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം. കർത്തൃമേശ ആചരിക്കുന്നതിൽ അഥവാ തിരുവത്താഴത്തിൽ നാം സംബന്ധിക്കുന്നതിൽ നമ്മൾ ഓർക്കയുണ്ടായി, കർത്താവിനെ ഓർക്കുകയാണ്. കർത്താവ് പറഞ്ഞ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു. ഓർമ്മയ്ക്കായി അത് ചെയ്യുമ്പോൾ തന്നെ നാം ബഹുമാനിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. കർത്തൃമേശയിലൂടെ നാം കർത്താവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഓർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കർത്താവിനെ ബഹുമാനിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അവമതിക്കുകയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല എന്ന അർത്ഥം. ആ പറഞ്ഞ ആളിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നെങ്കിലും അതുപോലെ ചെയ്യുമ്പോൾ തന്നെ തിരുവത്താഴത്തിൽ സംബന്ധിക്കാതിരിക്കുന്നതും അതുപോലെ തിരുവത്താഴത്തിൽ സംബന്ധിക്കേണ്ടത് പോലെ സംബന്ധിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ മറ്റോ ചെയ്താൽ അതെല്ലാം കുറ്റമാണ്, ശിക്ഷാർഹമാണ് എന്നാണ് അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അതാണ് അയോഗ്യമായി എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരുന്നാൽ. ഇനി നമ്മൾ ഈ ബഹുമാനം കൊടുക്കാതിരുന്നാൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഒന്ന് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കാനായിട്ട്
ഉദ്ദേശിക്കുകയാണ്. തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി നമ്മൾ കടന്നു വരുമ്പോൾ, അത് നമുക്കറിയാം, നമ്മൾ ഓർത്തതാണ്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ്. എന്തുകൊണ്ടാണ് അന്ന് കടന്നു വരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലപ്രവൃത്തി 20:7 നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാതൃക അവിടെ കാണുകയാണ്. അവര് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അപ്പം നുറുക്കാൻ കൂടി വന്നു, അഥവാ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി കൂടി വന്നു. അപ്പോൾ അങ്ങനെ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി നമ്മൾ കൂടി വരുമ്പോൾ ഏതൊക്കെ നിലയിലാണ് നമ്മള് കർത്താവിനെ ബഹുമാനിക്കാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നിലയിലാണ് ബഹുമാനിക്കേണ്ടത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ ഞാൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക്, അത് മാത്രമല്ല ആത്മീയ കാര്യങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്, സമയത്തിന് വരാതിരിക്കുന്നത്, ലേറ്റ് ആകുന്നത് നമ്മൾ കർത്താവിനോടുള്ള ബഹുമാന കുറവിനെയാണ്. കർത്താവിനെ വേണ്ടവണ്ണം ബഹുമാനിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. 10 മണിക്കാണ് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്കായി കൂടി വരുന്നതെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം 1/2 മണിക്കൂർ മുൻപെങ്കിലും അവിടെ ചെന്നിരിക്കണം എന്നുള്ളതാണ്. കാരണം അവിടുത്തെ പല കാര്യങ്ങൾ നമ്മുടേതായ ഒരു പങ്കുണ്ടാവണം. അവിടുത്തെ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമുണ്ടാവാം, അത് ചെയ്യാനായിട്ട്. എന്നാൽ കുറഞ്ഞപക്ഷം 5 മിനിറ്റെങ്കിലും നേരത്തെ ചെന്നിരിക്കണം. അങ്ങനെ ചെല്ലുന്നില്ലെങ്കിൽ കർത്താവിനോടുള്ള ബഹുമാന കുറവാണ്, അല്ലെങ്കിൽ കർത്താവിനെ ബഹുമാനിക്കുന്നില്ല. ശക്തമായി തന്നെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം, നമ്മുടെ ഹൃദയത്തിൽ അതൊന്ന് ആഴമായി പതിയട്ടെ. കർത്താവിനെ ബഹുമാനിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മറക്കുന്നില്ല, സാങ്കേതികമായ കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആകാം. അതായത് നമ്മൾ വരാനിരുന്ന നമ്മുടെ വാഹനം ചിലപ്പോൾ കേടായെന്ന് വരാം, സ്റ്റാർട്ടായില്ലെന്ന് വരാം, അങ്ങനെ വരാം. അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായി ലേറ്റ് ആയെന്ന് വരാം. അതൊക്കെ ദൈവത്തിന് മനസ്സിലാകും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നാം ലേറ്റ് ആയാൽ ആ ലേറ്റ് ആകുന്ന കാര്യം ദൈവത്തോട് പറയുമ്പോൾ ദൈവം അംഗീകരിക്കുന്ന കാര്യമായിരിക്കണം. മനുഷ്യരോട് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ ബ്ലോക്കായെന്ന് പറയാം, വണ്ടി കേടാവാതെ കേടായെന്ന് പറയാം, ഇതൊക്കെ നമ്മൾ പറയാൻ പറ്റും, പറയുന്നതുമാണ്. പക്ഷേ അങ്ങനെയല്ല, അത് കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ കർത്താവ് അംഗീകരിക്കുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടേതായ അല്ലാത്ത കാരണത്താൽ ആണ് ലേറ്റ് ആകുന്നതെങ്കിലും നമുക്കൊരു വേദന ഹൃദയത്തിലുണ്ടാകും, ഒരു സങ്കടം നമുക്കുണ്ടാണ്, അയ്യോ ലേറ്റായി പോയല്ലോ എന്ന്. അങ്ങനെ അല്ലെങ്കിൽ അത് കർത്താവിനോടുള്ള ബഹുമാന കുറവാണ്. രണ്ടാമത്, നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആത്മീയ ഗാനങ്ങൾ പാടുമല്ലോ, സ്തോത്ര ഗാനങ്ങൾ, ആരാധനാ ഗാനങ്ങൾ, കർത്താവിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഗാനങ്ങൾ, സ്നേഹത്തിന്റെ ഗാനങ്ങൾ, കർത്താവിന്റെ ദൈവസ്നേഹത്തിന്റെ ഗാനങ്ങളൊക്കെ പാടുമല്ലോ. അങ്ങനെ പാടുമ്പോൾ അതിൽ ചേർന്ന് പാടാതിരിക്കുക. ചിലർ പാടുകയില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിൽ സംബന്ധിക്കുന്നവരൊക്കെ മെച്ചുവറായിട്ടുള്ളവരാണ്, ഇതിലൊക്കെ സംബന്ധിക്കുന്നവരാണ്. പക്ഷെ പൊതുവെ ഞാൻ കണ്ടുവരുന്ന കാര്യം, ചുരുക്കം ചിലരെങ്കിലും അതിൽ പാടാതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ചിലർ പാടുന്നെങ്കിൽ തന്നെ ചേർന്ന് പാടാതിരിക്കുക, ആ പാടുന്ന ആ സ്പിരിറ്റിൽ ആ നിലയിൽ പാടാതിരിക്കുക. മറ്റൊന്ന്, അർത്ഥം ഗ്രഹിക്കാതെ പാടുക. നീ പാടുന്നുണ്ട്, അർത്ഥം ഗ്രഹിക്കാതെ പാടുക. ഇതെല്ലാം ബഹുമാനമില്ലായ്മയാണ് കാണിക്കുന്നത്, കർത്താവിനോടുള്ള ബഹുമാനക്കുറവിന്. ഇതൊന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ ബഹുമാനക്കുറവാണ്. മറ്റൊന്ന്, അശ്രദ്ധമായിരിക്കുക. ഇത് ധാരാളമായി കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, പിന്നെ കുഞ്ഞുങ്ങൾ വല്ലവരും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നുണ്ടെങ്കിൽ അവരെ നോക്കി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സഭയിൽ വരണം, കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. അവർ ഓടിയെന്നിരിക്കും, അവർ ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കിയെന്നിരിക്കും, ചിലപ്പോൾ ചെറിയ ബഹളം ഉണ്ടാക്കിയെന്നിരിക്കും. അതൊക്കെ വേണ്ടതാണ്, അതൊക്കെ ക്രമാനുഗതമായി അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലെങ്കിൽ അതൊക്കെ അവർ കണ്ടു പഠിക്കട്ടെ. പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അമ്മയാകട്ടെ അപ്പനാകട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അതിനെ ശ്രദ്ധിക്കണം. അത് അവർക്ക് ചിലപ്പോൾ വേണ്ടവണ്ണം അവിടെ നടക്കുന്ന ആത്മീയകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു കുഞ്ഞ് അങ്ങോട്ട് അനങ്ങിയാൽ, ഒരു കുഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ അതിന്റെ പിന്നാലെ പോകുന്ന, എല്ലാവരും അതിനെ നോക്കുന്ന, അതിന്റെ ശ്രദ്ധയിലേക്ക് തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ബഹുമാനമില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ സഭായോഗങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് മയങ്ങുക, ഉറങ്ങുക, ഇതൊക്കെ ചെയ്യുന്നതുണ്ട്. ഇവിടെയും ഒരു കാര്യം ഓർക്കണം, ഒരുപക്ഷെ രാത്രി മുഴുവൻ ഉറക്കളച്ച് ജോലി ചെയ്തിട്ട് ഒരു സഹോദരനോ സഹോദരിയോ വന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയാൽ അത് സാരമുള്ള കാര്യമല്ല, അത് കർത്താവിന് അറിയാം.
അവർ രാത്രി മുഴുവൻ ഉറക്കളച്ചിട്ടും എന്നിട്ടും ആ കർത്താവിനെ ആരാധിക്കാനുള്ള തിരുവത്താഴ് സംബന്ധിക്കാനുള്ള ആഗ്രഹത്തോട് വന്നെങ്കിൽ അത് ആദരിക്കുന്ന കാര്യമാണ്. അവിടെ ഒന്ന് മയങ്ങിപ്പോയാൽ ഉറങ്ങിപ്പോയാൽ സാരമില്ല. പക്ഷെ അതൊന്നുമില്ലാതെ, അതുപോലെ തന്നെ ചിലപ്പോൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് വരുന്നവരുണ്ട്. അത് ഉറക്കം വരുന്ന ടാബ്ലറ്റ് ആയിരിക്കും, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അതൊന്നുമില്ലാതെ തന്നെ അശ്രദ്ധ കൊണ്ട്, ഉദാസീനത കൊണ്ട് മയങ്ങിയിരിക്കുക, ഉറങ്ങുക, ഇതെല്ലാം ബഹുമാനമില്ലായ്മയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റു വല്ലതും ചിന്തിച്ചുകൊണ്ടിരിക്കുക. മറ്റു വല്ലതും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ തന്നെ ഈ ഞാൻ ദീർഘനാളത്തെ പരിചയത്തിൽ നിന്നൊക്കെ പറയാണ്. ചിലർ പറയും കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് എനിക്കിട്ടാണ്, എന്നെ കുത്തിയാണ് പ്രസംഗിച്ചത് എന്ന് ചിലർ പറയും. എന്നിട്ട് അതിന് മറുപടി കൊടുക്കാനുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എങ്ങനെ ഇന്നത്തെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ അതിനൊരു മറുപടി കൊടുക്കണം, അതും ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കർത്താവിനെ ബഹുമാനിക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു പലതും, നമ്മുടെ വീട്ടുകാര്യങ്ങളോ ഓഫീസ് കാര്യങ്ങളോ സ്കൂളിലെ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ, കാരണം തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് വിശ്വാസി എപ്പോഴും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലായിരിക്കണമെന്നാണ്. അത് എപ്പോഴും എങ്ങനെയായിരിക്കണമെങ്കിൽ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഇരിക്കുമ്പോൾ എത്ര അധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർപ്പിക്കുക. അപ്പോൾ അത് കർത്താവിനുള്ള ബഹുമാനമില്ലായ്മയാണ്. മറ്റു വല്ലതും എന്തുമാകട്ടെ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു സഭ കൂടി വരുമ്പോൾ പലരാണ് ചില വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ചിലർ നമ്മളോട് പിണങ്ങിയെന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലരോട് പിണക്കമുണ്ട് അതൊന്നിരിക്കും. അതൊക്കെ പരിഹരിച്ചു കൊള്ളണം. അതൊക്കെ അടുത്ത തിരുവത്താഴ ശുശ്രൂഷയുടെ ദിവസത്തിന് മുൻപ് പരിഹരിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. പക്ഷേ ചിലപ്പോൾ അത് തെറ്റിദ്ധാരണയുമാകാം. എന്തു തന്നെയായാലും അത് പരിഹരിക്കാതെയാണ്, പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ആരോടെങ്കിലും പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ടാണ് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഇരിക്കുന്നെങ്കിൽ അത് കർത്താവിനോടുള്ള ബഹുമാനമില്ലായ്മയാണ് എന്നോർക്കുക. അതുപോലെ തന്നെ ഇനി ചിലരുണ്ട്, അവര് ദൈവസന്നിധിയിൽ ഇരുന്ന് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകളെ പരിഹസിക്കുന്നവരുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും അത്ഭുതപ്പെടുമോ എന്ന്. കാര്യം നാളുകളായിട്ടുള്ള എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും കൂടെയാണ് ഞാനത് പറയുന്നത്. പരിഹസിക്കുന്നവരുണ്ട്. അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ പരിഹസിച്ചെന്ന് വരാം. ഇപ്പോൾ ഒരാൾ ഒരു പാട്ട് പാടി, അദ്ദേഹം പാട്ട് തുടങ്ങിയപ്പോൾ കറക്റ്റ് പിച്ചിലായിരിക്കുകയല്ല തുടങ്ങിയത്, അങ്ങനെ അതിന്റെ പേരിൽ ചിലപ്പോൾ പരിഹസിക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് ട്യൂൺ മാറിപ്പോയെന്നിരിക്കും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരാമല്ലോ. അതൊക്കെ അതിനൊക്കെ പരിഹസിക്കുന്നവരുണ്ട്. ഇനിയും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ പറഞ്ഞതിനെയൊക്കെ കമന്റ് ഇടുന്ന, അടുത്തിരിക്കുന്ന ആളോട് കമന്റ് അടിക്കുക, കമന്റ് പറയുക, അത് പരിഹാസമായിട്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർ ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കർത്താവിനോടുള്ള ബഹുമാനമില്ലായ്മയാണ് എന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആമേൻ പറയാതിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കണമെന്നോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആമേൻ പറയണമെന്നോ ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. ആമേനൊക്കെ നമ്മൾ തിരുവഴുത്തിൽ കാണുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കീഴ്വഴക്കം നമുക്കുണ്ട്, ഒരു ക്രമീകരണമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കണ്ണടച്ചിട്ട് തന്നെ നമ്മുടെ ശ്രദ്ധ മാറുമെങ്കിൽ കണ്ണടയ്ക്കാതിരുന്നാൽ പറയണം. അപ്പൊ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കണ്ണടയ്ക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആമേൻ പറയുന്നത് ആ പ്രാർത്ഥന നമ്മൾ പൊതുസ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണം ഞങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അവർ എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒടുവിൽ ആമേൻ എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നു, യോജിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി. പക്ഷേ ആമേൻ പോലും പറയാത്തവർ ഉണ്ട് എന്നുള്ളതാണ്. അത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഓർക്കുകയാണ്. ചുരുക്കത്തിൽ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷകളിലും കാര്യമായി ഹൃദയപൂർവ്വം സംബന്ധിക്കാതെ കർത്തൃമേശയുടെ സമയത്ത് മാത്രം വാതുറക്കുന്നവർ, ഞാൻ ഇങ്ങനെ പറയും, അതിന് മറ്റു മാർഗമൊന്നുമില്ലല്ലോ. കർത്തൃമേശയിൽ അപ്പം തിന്നാൻ, പാനപാത്രം കുടിക്കുവാൻ വാതുറക്കാതെ പറ്റുകയില്ല. മറ്റു മാർഗങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, ഇനി വല്ലതും കണ്ടുപിടിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനു മാത്രം വാതുറക്കുന്ന സ്ഥിതി, അത് കർത്താവിനെ ബഹുമാനിക്കാതിരിക്കുന്നു. അത് അയോഗ്യമായി, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കനുസരിച്ച് അയോഗ്യമായി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നതിൽ അത് അയോഗ്യമായിട്ടാണ്. അതുപോലെ തന്നെ വേഷം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തിരുവഴുത്തിൽ പറയുന്നത് യോഗ്യമായ വസ്ത്രം ധരിക്കണം. പ്രത്യേകിച്ചും നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിക്കുമ്പോൾ, തിരുവത്താഴ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. എന്താണ് യോഗ്യമായത്? വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ പാപം ചെയ്ത് ആദം ഹവ്വമാരുടെ തേജസ് നഷ്ടപ്പെട്ടവർ നഗ്നരായപ്പോൾ ആ ഹവ്വ ഉണ്ടാക്കിയ വസ്ത്രം യോഗ്യമായ വസ്ത്രമായിരുന്നില്ല.
എന്നാൽ സ്വർഗത്തിലെ ദൈവം തോലുകൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കി കൊടുത്തത് അത് യോഗ്യമായ വസ്ത്രമാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരുപാട് ആഡംബരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള നൂലാമാലകളുള്ള ഒരുപാട് 10-25 പോക്കറ്റുള്ള അതൊക്കെ അഴുക്കാണെന്നല്ല, അതൊക്കെ ഒന്ന് വിലയിരുത്തണം. അത് ദൈവ സന്നിധിയിലേക്ക് വരുമ്പോൾ, തിരുവത്താഴ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എത്ര ഗൗരവമായ ശുശ്രൂഷയാണ്, അതിന്റെ മുൻപിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ വേണ്ടത്? അതാണോ അതിന്റെ ഭംഗി? അതുപോലെ തന്നെ തലമുടിയും താടിയിലും ഒക്കെ വരുത്തുന്ന ബ്യൂട്ടിഫിക്കേഷൻസ് നമ്മളത് ചിന്തിച്ചാണ് 1 പത്രോസ് 3-ാം അധ്യായം ചിന്തിച്ചപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ തലമുടി കൊണ്ട് അഥവാ രോമം കൊണ്ട് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് യോഗ്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ദൈവത്തെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ അയോഗ്യമായിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതുപോലെ നമ്മുടെ ഭാഷകൾ, ദൈവസന്നിധി, എപ്പോഴും ദൈവമക്കളുടെ ഭാഷ ആത്മീയ ഭാഷ ആയിരിക്കണം എന്ന് നമുക്കറിയാമല്ലോ. അതിനോട് കലർപ്പൊന്നും വരരുത് എന്നുള്ളത് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഭാഷ ആത്മീയ ഭാഷയായിരിക്കണം. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രസംഗങ്ങളിൽ പോലും ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, നമ്മൾ പറയുമല്ലോ അൺപാർലമെന്ററി എന്ന് പറയാവുന്ന പോലെയുള്ള വാക്കുകൾ പ്രസംഗത്തിൽ, ദൈവവചന ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതായിട്ട് പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം കർത്താവിനോടുള്ള ബഹുമാനക്കുറവ് എന്ന് പറഞ്ഞാൽ പോരാ, ബഹുമാനമില്ലായ്മയാണ്. അതൊക്കെ അയോഗ്യമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തത്, എന്റെ മനസ്സിൽ വന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നത് ഞാൻ നോട്ട് ചെയ്ത് പറയുകയാണ് ചെയ്തത്. ഇതൊക്കെ അയോഗ്യമായി തിരുവത്താഴത്തിൽ ശുശ്രൂഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ അത് അയോഗ്യമായിട്ടാണ്, കുറ്റകരമാണ്, ശിക്ഷാർഹമാണ് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത്, ആത്മീയ ശുശ്രൂഷകളിൽ സംബന്ധിക്കേണ്ടതെന്ന് നമ്മൾ വായിക്കുന്നില്ല. എബ്രായ ലേഖനത്തിന്റെ 12:28 നമ്മൾ വായിക്കുന്നുണ്ട്. 12:28 വായിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ കർത്തൃമേശയിൽ സംബന്ധിക്കേണ്ടത്? ആ വാക്യം ഞാൻ പറയാതെ ഓർപ്പിക്കട്ടെ. 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, നന്ദിയോടെ. 2, ദൈവത്തിന് പ്രസാദം പെരുമാറ്. 3, ഭക്തിയോട്. 4, ഭയത്തോടെ. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സെർവ് ദ ലോഡ്, ഇംഗ്ലീഷിൽ സെർവ് ദ ലോഡ് എന്ന്, മലയാളത്തിൽ സേവ ചെയ്യുക എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിന്റെ ചില പരിഭാഷകളിൽ വർഷിപ്പ് ദ ലോഡ് എന്നാണ്. ചിലപ്പോഴൊക്കെ ആ വാക്യം നമ്മൾ ഓർത്തിട്ടുണ്ട്. തമിഴിലും അത് ആരാധിക്കുക എന്നുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന തിരുവത്താഴത്തോടു കൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്ദിയോടെ വേണം. കാരണം സ്വർഗത്തിലെ ദൈവമേ, ഒരു യോഗ്യതയുമില്ല, അവിടുത്തെ തിരുവത്താഴത്തിൽ സംബന്ധിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷേ അവിടുത്തെ ശരീരത്തിൽ ഏറ്റ മുറിവുകളും കഷ്ടതകളും അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകിയത് മുഖാന്തരം ഇത് സാധിച്ചു എന്ന് ആ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പ്രസാദം പെരുമാറെന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെ പറഞ്ഞോ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഭക്തിയോടെ എന്ന് പറഞ്ഞാൽ, അതിനൊരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഭക്തിയോടെ ഈ തിരുവത്താഴ ശുശ്രൂഷയും ഭക്തിയോടെ ചെയ്യണം. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, തിരുവത്താഴത്തിന്റെ അപ്പത്തിന്റെ പാത്രം വരുമ്പോൾ ഒരു കൈ കൊണ്ട് വാങ്ങിച്ചു തിന്നിട്ട് ഇടത് കൈ കൊണ്ട് വേറൊരു കൈ കൊണ്ട് കൊടുക്കുന്നു. ഒരു ഉദാസീന അലക്ഷ്യമായി അത് നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ പോരാ. ഒരു ദൈവ ഭക്തി അവിടെ നമുക്ക് ആവശ്യമാണ്. അത് 2 കൈകളും നീട്ടി ഭക്തി പുരസ്സരം വാങ്ങുകയും ഭക്തിയോടെ അതിൽ നിന്നെടുത്ത് പങ്കെടുക്കുകയും അടുത്ത ആളിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് ഭക്തിയോടെ കൊടുക്കുകയും ചെയ്യണം. ഭയഭക്തിയോടുകൂടെ അത് ചെയ്യണം. അതുപോലെ ദൈവ ഭയത്തിൽ, അതാണ് അടുത്തത്, ദൈവത്തോടുള്ള ഭയം മുറ്റി നിൽക്കണം. ഒരർത്ഥത്തിൽ വിറയിലോടുകൂടെ വേണം ആ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാൻ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് അയോഗ്യതയാണ് എന്നോർക്കണം. വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു സ്വർഗീയ ശുശ്രൂഷയാണ്. ഇതൊരു ദിവ്യമായ ശുശ്രൂഷയാണ്. സ്വർഗത്തിലെ ദൈവം പുത്രനിലൂടെ നമ്മളെ ഏൽപ്പിച്ചതാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളതിന്റെ ഒറിജിൻ ചിന്തിച്ചു. തന്നെ അടുത്ത നിമിഷം പിടിക്കുവാനും വളരെ ക്രൂരമായ ക്രൂശിലേക്ക് താൻ പോകുന്നതിന് തൊട്ടു മുൻപ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. അതിന്റെ എല്ലാ ഗൗരവത്തിലും, ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ അതിന്റെ ഗൗരവം പൂർണ്ണയാകുകയില്ല. അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി അതിന്റെ എല്ലാ
ഗൗരവത്തിൽ ചെയ്യണം. നമ്മൾ ഓർക്കുകയുണ്ടായി, നമ്മുടെ കർത്താവ് ഏകപക്ഷീയമായ ഒരു നിയമമാണ് ഉണ്ടാക്കിയത്. 25-ാം വാക്യം പഠിച്ചതാണല്ലോ. നമ്മുടെ നന്മയെ കരുതിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു നിയമം ഉണ്ടാക്കി തൻ്റെ സ്വന്തം രക്തം ചൊരിഞ്ഞ് അതിന് മുദ്രയിട്ട് ഉറപ്പാക്കിയതാണ്. എന്നിട്ടാണ് ആ ശുശ്രൂഷയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര ഗൗരവത്തോടെ ചെയ്യണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അതിന്റെ 1-ാം ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അത് അയോഗ്യമായി പങ്കെടുക്കരുത് എന്നതാണ്. ഇനി അങ്ങനെ അയോഗ്യമായി പങ്കെടുക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ ശിക്ഷായോഗ്യനെന്ന് നമ്മളതിന് അതിന്റെ മറ്റൊരു വാക്ക് കൊടുക്കാം. ശിക്ഷായോഗ്യൻ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമായി കർത്താവിന്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ ശരീരം എന്നുള്ളതിൽ 2 നിലയിൽ അതിന്റെ അർത്ഥം എടുക്കാം. ഒന്ന്, കർത്താവിന്റെ അക്ഷരപ്രകാരമുള്ള ശരീരം, യഥാർത്ഥ ശരീരം, കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ധരിച്ച ശരീരം. മറ്റൊന്ന് ആത്മീയ ശരീരം, അത് സഭ. അപ്പൊ ഈ 2 അർത്ഥത്തിലും നമുക്കൊന്ന് 1-2 കാര്യങ്ങൾ മാത്രം വേഗം ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അക്ഷരപ്രകാരമുള്ള ശരീരം നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ താൻ ധരിച്ച ശരീരം, പിതാവ് തനിക്ക് കൊടുത്ത ഒരു ശരീരമുണ്ട്, ശരീരവും രക്തവും ഉണ്ട്. ആ ശരീരത്തിൽ നമ്മുടെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും താൻ ഏറ്റെടുത്ത് സഹിച്ചു, ഒട്ടും ബാക്കി വെക്കാതെ. എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, നാം രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപമല്ല, നാം രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപത്തിന്റെ ശിക്ഷയല്ല കർത്താവ് സഹിച്ചത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും നാം എന്ത് ചെയ്യും, എന്ത് പാപം ചെയ്യും എന്ന് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിന്റെ ശിക്ഷയും കർത്താവ് സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് അയോഗ്യമായി പങ്കെടുക്കാതിരിക്കത്തക്കവണ്ണം ദൈവം ചെയ്ത ഒരു വൻ കൃപയാണത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു പാപത്തിന് കർത്താവ് ശിക്ഷ ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ക്ഷമിക്കണമെങ്കിൽ വെറുതെ അങ്ങ് ക്ഷമിക്കുകയല്ല, അതിന് പരിഹാരം വരുത്തിയിരിക്കണം. അത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പാപങ്ങളും ദൈവം തന്റെ സർവജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞ് അതിന്റെ ശിക്ഷയും ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് നമുക്കതിന് ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്കതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടും. അവിടെ നിന്ന് 1 യോഹന്നാൻ 2-1-2 ഞാൻ തന്നെ വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഞാൻ ഒരു വാക്കില് അത് ഒന്ന് വിശദീകരിച്ചിട്ട് പോകാം. അവിടെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരെയാണ് അവിടെ വിളിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ പാപം ചെയ്യരുത്. അത് തന്നെ, രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്യാൻ പാടില്ല. പക്ഷെ ചെയ്തു എങ്കിലോ, കണ്ടോ, ദൈവത്തിന് നമ്മെ നന്നായി തിരിച്ചറിയാം. അങ്ങനെ പറ്റിപ്പോയാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മുടെ കർത്താവ് മധ്യസ്ഥനായിട്ട് നമുക്കുണ്ട്. നമ്മൾ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തതാണ്, നമുക്ക് വേണ്ടി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമുക്ക് വേണ്ടി ഒരു വക്കീലിന്റെ സ്ഥാനത്ത് ആയിട്ട് കർത്താവ് ഉണ്ടെന്നാണ് വായിച്ചത്. എന്നിട്ട് പറയാണ്, കർത്താവ് ഉണ്ട് എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതിന്റെ പ്രായശ്ചിത്തവും വരുത്തി എന്നാണ് പറയുന്നത്. പ്രായശ്ചിത്തമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. ഞാനത് അല്പം കൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നാം ഒരു തെറ്റ് ചെയ്തു, ഒരു അബദ്ധം പറ്റി, പിതാവിനോട് ക്ഷമ ചോദിക്കും, പിതാവേ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ പുത്രന്റെ മധ്യസ്ഥതയോടെ വരും. പുത്രൻ പറയും, പിതാവേ ആ തെറ്റിനും ഞാൻ ശിക്ഷ സഹിച്ചതാണ്, ക്ഷമിക്കണമേ, തീർന്നു പ്രശ്നം.
ഹൃദയപൂർവ്വം നമ്മളത് ക്ഷമ ചോദിച്ചെങ്കിൽ പുത്രൻ പ്രായശ്ചിത്തം ആകുന്നു. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു വരുന്നത്, രക്ഷിക്കപ്പെട്ട നമ്മൾ, തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്ന നമ്മൾ പാപം ചെയ്യരുത്. പക്ഷെ ചെയ്തു പോയാൽ ഇങ്ങനെ ഒരു പരിഹാര മാർഗം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പ്, തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രയോജനപ്പെടുത്തണം എന്നാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നമ്മൾ നീട്ടിവെക്കാനായിട്ട് പാടില്ല. ഇല്ലെങ്കിൽ നമ്മളത് പ്രയോജനപ്പെടുത്തിയില്ല എന്ന കുറ്റം, ഞാൻ അത്രയും അത് പറയുന്നുള്ളൂ, അത് പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ള ഒരു വലിയ കുറ്റം നമ്മുടെ മേൽ വരും. അത് ശിക്ഷയ്ക്ക് കാരണമാണ്. എബ്രായ ലേഖനത്തിൽ നിന്നൊക്കെയുള്ള ചില വാക്യങ്ങൾ ഉദ്ധരിച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സമയത്തിന്റെ പരിമിതിയും നമുക്ക് ഉണ്ടല്ലോ, ദീർഘമായ സമയമാണ് നമുക്കുള്ളത്. എങ്കിലും പല കാര്യങ്ങൾ പറയുമ്പോൾ സമയം തികയാതെ, അതുകൊണ്ട് ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂട്ടി ഞാൻ ഉദ്ദേശിച്ചെങ്കിലും അത് പറയാതെ ഞാൻ ആ വാക്യം മാത്രം ഒന്ന് ഓർപ്പിക്കാൻ നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി എബ്രായർ 10:29 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവപുത്രനെ തള്ളിക്കളയുകയും നമ്മെ ശുദ്ധീകരിച്ച കർത്താവിന്റെ രക്തം മലിനമെന്നും ചിന്തിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പാപത്തിന് പരിഹാരം വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദൈവപുത്രനെ ചവിട്ടി തള്ളിക്കളയുകയും നമ്മെ ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധ രക്തം മലിനമെന്ന് നമ്മൾ പറയാതെ പറയുകയും ചെയ്യുകയാണെന്നാണ്. എത്ര ഗുരുതരമായ തെറ്റാണെന്നറിയാമോ? അതിന് ശിക്ഷയുണ്ട്. അപ്പോൾ ഓർക്കുക, തെറ്റ് പറ്റിപ്പോയാൽ അതിന് പരിഹാരം ദൈവം മാർഗം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും, ശിക്ഷയ്ക്ക് പാത്രരാകുമെന്നാണ്. ഒരു കാര്യം കൂടെ നമുക്ക് തന്റെ യഥാർത്ഥ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, അങ്ങനെ നമ്മൾ പാപപരിഹാരം വരുത്തുന്നില്ലെങ്കിൽ കർത്താവിനെ ക്രൂശിച്ചവരും നമ്മളും തുല്യ കുറ്റക്കാരായിട്ട് മാറുകയാണ്. ഈ കർത്താവിനെ ക്രൂശിച്ചു യഹൂദന്മാരെ, പടയാളികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്, പലപ്പോഴും നമ്മൾ ഓർത്ത് നമ്മൾ തന്നെയാണ് ക്രൂശിച്ചത്, നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്തത് കൊണ്ടാണല്ലോ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് തന്റെ ശരീരത്തിൽ ഇതെല്ലാം സഹിച്ചിട്ടും നമ്മളത് അംഗീകരിച്ച് വേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് തുല്യമായി ക്രൂശിച്ചവർ നിന്ദിച്ചതുപോലെ, പരിഹസിച്ചതുപോലെ, അവരെ കർത്താവിനെ നിന്ദിച്ചു, പരിഹസിച്ചു, ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. അതെല്ലാം നമ്മൾ ചെയ്തതായി അവർക്ക് തുല്യരായി വരും. അവരെ പോലെ നമ്മളെ പരിഗണിക്കേണ്ടതായി വരുമെന്ന ഗൗരവതരമായ കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തെറ്റ് പറ്റരുത്. പറ്റിയാൽ പരിഹരിക്കണം. പരിഹരിച്ച് കർത്തൃമേശയിൽ തിരുവത്താഴത്തിൽ സംബന്ധിക്കണം എന്നുള്ളതാണ്. ഇനി ആത്മീക ശരീരം എന്ന നിലയിൽ ഇപ്പൊ കർത്താവിന്റെ ശരീരം നിമിത്തം എന്ന് പറഞ്ഞത്, ഒന്ന് കർത്താവിന്റെ ഭൗതിക ശരീരം, അക്ഷരപ്രായുള്ള ശരീരം, അതാണ് നമ്മളിപ്പോ ചിന്തിച്ചത്. അടുത്തത് കർത്താവിന്റെ ആത്മീയ ശരീരം സഭയാണ്. അപ്പോ അത് നിമിത്തവും കർത്താവിന്റെ ആത്മീയ ശരീരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില തെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിരുവത്താഴത്തിൽ സംബന്ധിച്ചാൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇവിടെ കൊരിന്ത്യരോട് ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, അല്ലെങ്കിൽ പഠിച്ചതാണ്. 22-ാം വാക്യത്തിൽ പറഞ്ഞത്, കൂട്ടു സഹോദരനെ, സഹവിശ്വാസിയെ പട്ടിണിക്കിട്ടേച്ച് നീ വലിയ ഭക്തി പ്രകടനത്തോട് തിരുവത്താഴത്തിൽ സംബന്ധിക്കുക. ദൈവം വെറുതെ വിടുമോ? ഇതാണ് ചോദ്യം. ഈ കൊരിന്ത്യരോട് സംസാരിക്കുമ്പോൾ ആ വാക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ചതാണ്, മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഒരു സഹോദരൻ പട്ടിണിക്കിരിക്കുകയാണ്. അവന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ അവനെ കരുതാതെ അതിനു മുമ്പേ കഴിച്ച് അവൻ പട്ടിണിക്കിരിക്കുകയാണ് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക്. നീ അവൻ്റെതും കൂടെ തിന്ന് ലഹരി പിടിച്ച് വലിയ ഭക്തി കാണിച്ചുകൊണ്ട് തിരുവത്താഴത്തിൽ സംബന്ധിക്കുകയാണ്. അത് ഭയങ്കരമായ ശിക്ഷയ്ക്ക് കാരണമാകും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും മറ്റു പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. നമ്മൾ ഒരു സഹവിശ്വാസിയെ വേദനിപ്പിച്ചിട്ട്, മുറിവേൽപ്പിച്ചിട്ട്, ഉപദ്രവിച്ചിട്ട്, വിഷമിപ്പിച്ചിട്ട്, ലജ്ജിപ്പിച്ചിട്ട് നാം തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നെങ്കിൽ ഓർക്കണം, എന്തെങ്കിലും ഓരോ ദിവസവും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം ഗൗരവം. എന്തെങ്കിലും തരത്തിൽ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട്, ആരുമാകട്ടെ, സഹവിശ്വാസിയെ വേദനിപ്പിച്ചിട്ട്, വിഷമിപ്പിച്ചിട്ട്, കണ്ണീര് കുടിപ്പിച്ചിട്ട് തിരുവത്താഴത്തിൽ സംബന്ധിച്ചാൽ അടി വാങ്ങിച്ചിരിക്കും. യാതൊരു സംശയമില്ല, കർശനമായി കുറ്റക്കാരനാകുമെന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, കർത്താവിന്റെ ശരീരത്തെ നിമിത്തം
നമ്മൾ അങ്ങനെ കുറ്റക്കാരാകുകയാണ്. കർത്താവിന്റെ സഭ നിമിത്ത സഭയിലുള്ള ഒരാൾ, ആ സാധുവിശ്വാസിയായാലും അല്ലാത്തവരായാലും ആ സഭയുടെ ഒരു ഭാഗമാണ്. അപ്പോ അത് നമ്മൾ ഓർക്കണം. അത് മുഖാന്തരം സഭയുടെ ഒരു ഭാഗം, കർത്താവിന്റെ ആത്മീയ ശരീരത്തെ നമ്മൾ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, നാം കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ ആത്മീക ശരീരം കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരാകും. പരിശുദ്ധനായവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായ, ഒരു അവയവമായ ഞാൻ പാപം ചെയ്താൽ കർത്താവിന്റെ ആത്മീയ ശരീരം കൊണ്ട് പാപം ചെയ്യുന്നു എന്ന നിലയിൽ അത് ഗുരുതരമായ തെറ്റാണ്, ശിക്ഷാർഹമായ കാര്യമാണ് എന്ന് ഓർപ്പിച്ച് ഞാൻ ആ വാക്യത്തിൽ നിന്ന് മുൻപോട്ട് പോവുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തു ആ വാക്യത്തിൽ. ഒന്ന്, അയോഗ്യമായി തിരുവത്താഴത്തിൽ സംബന്ധിക്കരുത്. രണ്ട്, അങ്ങനെ സംബന്ധിച്ചാൽ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ സംബന്ധിച്ചാൽ കർത്താവിന്റെ ശരീരവും രക്തവും നിമിത്തം നമ്മൾ കുറ്റക്കാരാകും, അഥവാ ശിക്ഷയ്ക്ക് യോഗ്യരാകും, പാത്രരാകും എന്ന്. നമുക്ക് അടുത്ത വാക്യത്തിലേക്കൊന്ന് പോകാം. 28 വായിക്കാം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അതെ, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. അഥവാ തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നവൻ അതിനു മുൻപ് തന്നെത്താൻ ശോധന ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വല്ലവരെയും ശോധന ചെയ്തിട്ടെന്ന് പറഞ്ഞിരുന്ന വലിയ സന്തോഷമായിരുന്നതിനെ നമ്മൾ വളരെ ജാഗ്രതയോടെ അത് ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷനും എടുക്കുമായിരുന്നു. മറ്റുള്ളവരെ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് പങ്കെടുക്കാൻ, തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വലിയ ശുഷ്കാന്തിയോടെ ചെയ്യണം. അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം നമ്മെ തന്നെ പരിശോധിക്കണം. ഞാൻ തിരുവത്താഴത്തിൽ, അതിന്റെ ഗൗരവത്തിൽ ഓർക്കണം, തിരുവത്താഴം കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരത്തെയും കർത്താവിന്റെ ചൊരിയപ്പെട്ട രക്തത്തെയുമാണ് ഓർപ്പിക്കുന്നത്. അതിൽ നിന്ന് പങ്കെടുക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം അതിൽ നിന്ന് പങ്കെടുക്കാൻ എന്ന് പറയുമ്പോഴും നമുക്കൊരു ഒരു ഒരു ആശയം, നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരാം. അങ്ങനാണെങ്കിൽ പങ്കെടുക്കാതെ ഇരുന്നാൽ പോരെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു വാക്യത്തിൽ നിന്ന് ഞാനത് ഒന്ന് വിശദീകരിച്ചിട്ട്, അതൊന്ന് പറയാനായിട്ട് ദൈവാത്മാവ് പ്രേരണ തരുന്നത് കൊണ്ട് വിശദീകരിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24, മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 23 and 24 ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കുക. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ഓർക്കണം, നമ്മൾ സാധാരണഗതി ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരാളോട് ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം തീർന്നിട്ട് കർത്തൃമേശയെ സംബന്ധിച്ചാൽ തീർത്തിട്ട് വേണം കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2-3 വർഷം അങ്ങ് തീരാതെ അതിരിക്കുകയാണ്. അത് കുറെ നാളുകളായല്ലോ ബ്രദർ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നില്ല, അത് എനിക്ക് ഇന്ന ബ്രദറിനോട് ഒരു ഇഷ്യൂ ഉണ്ട്, അത് തീർന്നിട്ടില്ല. അങ്ങനെയാണോ ഇവിടെ പറഞ്ഞേക്കുന്നത്? നാം ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വഴിപാടും കൊണ്ട് വരുമ്പോൾ അത് ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്ന് തോന്നിയാൽ നീ വഴിപാടും കൊണ്ട് വീട്ടിൽ പോകാനല്ല പറഞ്ഞു. വഴിപാട് അവിടെ വെച്ചേച്ച്, യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് നിറന്നിട്ട് വന്ന് വഴിപാട് കഴിക്കുക. ഞാൻ വേഗം തീർക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ. നമുക്കൊരാളോടൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസാന സമയം, ദിവസം എന്ന് പറഞ്ഞാൽ ഈ ശനിയാഴ്ചയാണ്. ശനിയാഴ്ചക്ക് മുമ്പ് തീർത്തിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞായറാഴ്ച കർത്തൃമേശയിൽ സംബന്ധിക്കത്തക്കവണ്ണം, തിരുവത്താഴത്തിൽ സംബന്ധിക്കത്തക്കവണ്ണം ആ പ്രശ്നം പരിഹരിച്ചിരിക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് അത് തീർന്നില്ല, പ്രശ്നം തീർന്നില്ല എന്ന് പറഞ്ഞ് ഒരു
ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ തിരുവെഴുത്ത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഴിപാട് ആ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചു നിറഞ്ഞേച്ചു വന്ന് വഴിപാടർപ്പിക്കുക. തിരുവത്താഴത്തിന് മുൻപ് നീ പരിഹരിച്ചിട്ട് അത് തിരുവത്താഴത്തിൽ സംബന്ധിക്കണം. പക്ഷെ അനേകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, പ്രശ്നം തീർന്നില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നീട്ടി 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 അങ്ങ് കൊണ്ടുപോവുക. വർഷങ്ങളോളം കർത്തൃമേശയിൽ സംബന്ധിക്കാത്തവർ തിരുവെഴുത്തത് സമ്മതിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. കൃത്യമായി കൃത്യസമയത്ത് തന്നെ ആ തിരുവത്താഴത്തിന്റെ ദിവസം തന്നെ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്കവണ്ണം നാം യോഗ്യത നേടിക്കൊള്ളണം എന്നുള്ളതാണ് ആ ഭാഗത്ത് നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു കുറ്റം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് നമ്മളോട് പറഞ്ഞ എന്താ? ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞാല്, യേശുവേ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം എന്നുള്ള വാക്കാണത്, ഉറപ്പാണത്. അതാണ് ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു പറഞ്ഞത്. എന്നിട്ട് ആ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് മറ്റേത് പോലെ തന്നെ കുറ്റകരമാണ്. സംബന്ധിക്കുന്നില്ലെങ്കിൽ അപ്പൊ സംബന്ധിച്ചേ പറ്റൂ. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സംബന്ധിച്ചേ പറ്റുള്ളൂ, തിരുവത്താഴത്തിൽ പങ്കെടുത്തേ പറ്റൂ, പക്ഷെ അതിനു മുമ്പ് തീർത്തിരിക്കണം. എന്ത് മനോഹരമായ കാര്യമാണ്. പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനല്ല കർത്താവ് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്ന. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ, തന്നെത്താൻ ശോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ വേഗം ഓർപ്പിക്കട്ടെ. നമ്മള് 3-ാം അധ്യായം 16-ാം വാക്യം പഠിച്ചപ്പോൾ, 1 കൊരിന്ത്യർ 3:16 നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെന്ന്. അത് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാകുന്നു എന്നാണ്. ദൈവസഭ അതിപരിശുദ്ധ സ്ഥലമാണ് എന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഗ്രീക്ക് വാക്കുകളൊക്കെ നമ്മൾ അന്ന് ഓർത്തതാണ്, ഇന്ന് ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ ദൈവസഭ അതിപരിശുദ്ധ സ്ഥലമാണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. യഹൂദന്റെ 7-ാം മാസം 10-ാം ദിവസമാണ്. അത് മഹാപാപ പരിഹാര ദിവസമാണ്. അന്ന് അദ്ദേഹം എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് വിചാരിക്കുക. ലേവ്യ പുസ്തകം 23-ന്റെ 27 മുതൽ 29 വരെ. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വായിക്കണം. നോട്ട് ചെയ്യുന്നവർ അത് നോട്ട് ചെയ്തിട്ട് പിന്നീട് ശ്രദ്ധിക്കണമെന്ന് പറയാം. 23-ന്റെ 27 മുതൽ 29 വരെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, ഞാൻ എടുത്തത് കൊണ്ട്. 27 മുതൽ 29 വരെ അവിടെ 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം. ആത്മതപനം ചെയ്യുകയും പിന്നെ ദഹനയാഗം, ഹോമയാഗം, അത് ആരാധനയെ കാണിക്കുന്ന. അപ്പോൾ ആരാധനയ്ക്ക് മുൻപ്, തിരുവത്താഴ ശുശ്രൂഷ ആരാധനയോട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അത് അതിൽ തന്നെ ആരാധനയല്ല, പക്ഷെ ആരാധനയോട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അതിനു മുൻപ് ആത്മതപനം, ആത്മപരിശോധന, സ്വയം പരിശോധന, തന്നെത്താൻ പരിശോധന, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 29-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം, കൊന്നുകളയണം എന്നാ പറഞ്ഞു. ഇത് ഭയത്തോടല്ലാതെ എങ്ങനെയാണ് ഈ വാക്കുകൾ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇത് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നത്? എത്ര ഭയത്തോട്! ആത്മതപനം ചെയ്യാതെ, സ്വയം പരിശോധിക്കാതെ പ്രവേശിക്കരുത്, തിരുവത്താഴത്തിൽ പങ്കെടുക്കരുത്. സ്വയം പരിശോധിച്ച് കണ്ടെത്തി എന്ന് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചല്ലോ, പരിഹരിച്ച്. ഇനി ഞാൻ അതിന്റെ തെളിവിന് വേണ്ടി മറ്റേ ലേവ്യ 16-ൽ നിന്നുള്ള 1-2 വാക്യം ഞാൻ വേഗം കാണിക്കാം. നമുക്കറിയാം, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ, നമ്മൾ ചിന്തിച്ചു, മഹാപാപ പരിഹാര ദിവസമാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം ആണ്ട് മുഴുവൻ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന ഞാൻ വായിക്കട്ടെ. ലേവ്യ 16:3 അവിടെ നമ്മൾ വായിക്കുന്നത്,
പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കണം. 6-ാം വാക്യം, തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും പ്രായശ്ചിത്തം കഴിക്കണം. 14-ാം വാക്യം, അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിൽ തളിക്കണം. ഞാനങ്ങ് ധൃതി വെച്ച് വായിച്ചപ്പോൾ അത് മനസ്സിലായി കാണത്തില്ല, പക്ഷെ ഞാനത് ഇനി വിശദീകരിക്കുമ്പോൾ ഓരോ വാക്കിൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ ആണ്ടു മുഴുവൻ വിശുദ്ധ ജീവിതം നയിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിലും അദ്ദേഹം അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നതിന് മുമ്പേ പാപയാഗം കഴിക്കണം. ഒരു കാളക്കിടാവിനെ പാപയാഗം കഴിച്ച് അതിന്റെ രക്തവുമായിട്ട് അവിടെ കയറാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശുദ്ധ ജീവിതമാണ് നയിച്ചത്, എവിടെയെങ്കിലും വല്ല പാളിച്ചും പറ്റിയോ, എവിടെയെങ്കിലും വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരമാണ് ആ പാപയാഗത്തിന്റെ കാള. ഇതുപോലെ നാം അതിപരിശുദ്ധ സ്ഥലമാകുന്ന ദൈവസഭയിലേക്ക് വരുമ്പോൾ തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം തന്നെത്താൻ ശോധന ചെയ്യണം, ഗൗരവത്തോടെ ശോധന ചെയ്യണം. എവിടെയെങ്കിലും എന്തെങ്കിലും വാക്കിലോ നോട്ടത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ വന്നു പോയെങ്കിൽ അത് കർത്താവ് പ്രായശ്ചിത്തമായിട്ടുണ്ടല്ലോ, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് വേണം അതിലേക്ക് പ്രവേശിപ്പാൻ. പുതിയ നിയമത്തിലെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 10:22 വായിക്കാതെ ഞാൻ പറയാം. എബ്രായ ലേഖനം 10:22 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പുതിയ നിയമവിശ്വാസികൾ, ദൈവസഭയിലേക്ക് വരുന്ന പുതിയ നിയമവിശ്വാസികൾ, അവർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ പറയട്ടെ, അവർ പാപമോചനം പ്രാപിച്ചോ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. 2, അവർ ശുദ്ധ ജലത്തിൽ ദേഹം കഴിക്കവരായിരിക്കണം. അത് വചനാനുസരണം തങ്ങളുടെ തെറ്റുകളെ പരിശോധിച്ച് കഴുകുന്ന കാര്യമാണ്. 3, അവർ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ടവരായിരിക്കണം. ദൈവവചന സത്യങ്ങളിന്മേലുള്ള ഉറപ്പാണ് കാണിക്കുന്നത്. 4, പരമാർത്ഥ ഹൃദയം. ഇതില്ലാതെ അങ്ങോട്ട് പ്രവേശിക്കരുത്, ഇതില്ലാതെ തിരുവത്താഴത്തിൽ സംബന്ധിക്കരുത്. കാരണം കർത്താവിന്റെ പരിശുദ്ധി നമ്മൾ ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യണം. വെറുതെ അങ്ങ് കണ്ടെത്തത്തില്ല, സെർച്ച് ചെയ്ത് കണ്ടെത്തി അത് പരിഹരിച്ച് തിരുവത്താഴത്തിൽ കൃത്യമായി സംബന്ധിക്കണം എന്നുള്ളതാണ്. റോമർ 14:12 കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോരുത്തൻ അവിടെ കണക്ക് കൊടുക്കേണ്ടതാകുന്നു. നമ്മൾ റോമർ 14:12 അവിടെ പറയുന്നത് ഓരോരുത്തനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അത് നീതിയുടെ ന്യായാസനത്തിൽ മാത്രമല്ല, ഈ ജീവനോട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും നമ്മളോട് കർത്താവ് കണക്ക് ചോദിക്കും. അത് കണക്ക് ബോധിപ്പിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്ത് വരുന്ന ആളുകളിൽ തിരുവത്താഴത്തിൽ സംബന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. 29-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. 29, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ ശരീരത്തെ, മുകളിൽ കർത്താവിന്റെ ശരീരം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിന്നുകയും കുടിക്കുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. ഇവിടെയും ശരീരം 2 നിലയിലും എടുക്കാം. തന്റെ ഭൗതിക ശരീരം എടുക്കാം, ആത്മീയ ശരീരവും എടുക്കാം. അപ്പം ഈ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. തന്റെ ശരീരത്തെ, തന്റെ ഭൗതിക ശരീരത്തെ കുറിച്ചും നന്നായി മനസ്സിലാക്കണം, തന്റെ ആത്മീയ ശരീരത്തെ കുറിച്ചും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ എന്നാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ആ 2-ന് ഓരോ വാക്കുവീതം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1, കർത്താവിന്റെ ശരീരം, ഭൗതിക ശരീരം. നാം ഓർക്കണം, കർത്തൃമേശയിൽ സംബന്ധിക്കുമ്പോൾ നമ്മളത് 26-ാം വാക്യത്തിൽ ചിന്തിച്ചതാണ്. നമ്മൾ ആ കർത്തൃമേശയിൽ സംബന്ധിക്കുമ്പോൾ ഹൃദയം 100% ഏകാഗ്രമായി കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ഓർക്കണം. ഇന്ന് കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു, മുൾക്കിരീടം വെച്ചടിച്ചു, കാലിലും കയ്യിലും ആണി അടിച്ചു, പുറം ഒഴിവുചാലുകൾ പോലെ കീറി, മുഖത്തെ രോമം പറിച്ചു. ഇതിങ്ങനെ പറഞ്ഞും കേട്ടും നമുക്ക് അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചലനം ഇല്ല. ഒന്നും നമുക്ക് തിരിച്ചറിയുന്നില്ല. അത് തഴമ്പിച്ചതുപോലെ
അല്ലെങ്കിൽ നിസ്സംഗമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആ ശരീരത്തെ വിഭജിക്കുക, ആ ശരീരത്തിൽ ഏറ്റ കഷ്ടതയും വേദനയും ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ, അത് ഹൃദയത്തിൽ അല്പം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കുന്ന വേദന നമുക്കുണ്ടാവണം. കർത്താവിന്റെ മുഖത്തെ രോമങ്ങൾ പറിച്ചു എന്ന് പറയുമ്പോൾ ആ രോമങ്ങൾ, നമ്മുടെ മുഖത്തെ രോമങ്ങൾ പറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന നമുക്കുണ്ടാവണം. കൈകാലുകൾ ആണിയടിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ ആ വേദന, ആ പെയിൻ നമുക്കുണ്ടാകണം. അങ്ങനെ ആണെങ്കിൽ ആ സീരിയസ്നെസ് ഉണ്ടാവും. നമ്മൾ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നതിന്, തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നതിന് ആ സീരിയസ്നെസ്, ഇത് നമ്മൾ മറുവശം ചിന്തിച്ചാൽ നമുക്കറിയാം, ഇതൊരു ചടങ്ങ് പോലെ, വെറും ചടങ്ങ്, വെറും ആചാരം. അത് അപ്പം വരുന്നു, വാങ്ങിച്ചു, തിന്നു, പോയി, അന്നേരം പാട്ട് പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങോട്ട് കൊണ്ടിരിക്കും. പാനപാത്രം വന്നു, വാങ്ങിച്ചു, കുടിച്ചു, പോയി. ഇത് ഒരു ചടങ്ങ് പോലെ ചെയ്തു പോകുന്ന വലിയ ഒരു ആപത്തിന്റെ ദിവസങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, മറുവശം ഒന്നേ ഉള്ളൂ. ഭൗതിക ശരീരം എന്ന നിലയിൽ, ആത്മീയ ശരീരം എന്ന നിലയിൽ ഓർക്കേണ്ട ഒരു കാര്യം, വിവേചിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തിരുവത്താഴത്തിൽ സംബന്ധിച്ചു, ദൈവം ശിക്ഷിക്കും. അതാണല്ലോ നമ്മളിപ്പോ പഠിച്ചു വന്നത്. ശിക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദൈവം എന്നെ ശിക്ഷിക്കുമ്പോൾ ഞാൻ മാത്രമല്ല ആ ശിക്ഷയുടെ പരിണിത ഫലം അനുഭവിക്കും. ഞാൻ തെറ്റ് ചെയ്തു, കർത്താവിനെ ശിക്ഷിച്ചു, ഞാൻ ഗുരുതരമായ രോഗത്തിലായെന്ന് വിചാരിക്കുക. സഭ മുഴുവൻ കണ്ണീരൊഴുക്കുകയല്ലേ? സഭ മുഴുവൻ വിഷമിക്കുകയല്ലേ? സഭ മുഴുവൻ വേദനിക്കുകയല്ലേ? കർത്താവിന്റെ ആത്മീയ ശരീരമാകുന്ന സഭയുടെ ഒരു ഭാഗമായ ഞാൻ ഒരു തെറ്റ് ചെയ്ത് എന്നെ കഠിനമായി ദൈവം ശിക്ഷിച്ചത് മുഖാന്തരം സഭയിലുള്ളവർ കണ്ണീരൊഴുക്കുവാൻ, വേദനിക്കുവാൻ, കഷ്ടപ്പെടുവാൻ, അവർ നമുക്ക് വേണ്ടി നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുവരാൻ, അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഏതെല്ലാം നിലയിലാണ് കഷ്ടപ്പെടുന്നത്. ഇതൊന്ന് തിരിച്ചറിയണം. ഇങ്ങനെ ഇതിന് അവസരം ഉണ്ടാകുവാൻ ഇടയാകരുത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്ത് തിരുവത്താഴത്തിൽ സംബന്ധിക്കണം. ഞാൻ എൻ്റെ ഫൈനൽ വേർഡ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്തൃമേശ അനുഗ്രഹപാത്രമാണ്. അനുഗ്രഹം, ആത്മീയ അനുഗ്രഹങ്ങളെ നമുക്ക് തരുന്നതാണെന്ന് 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ അത് ശിക്ഷാപാത്രം കൂടെ ആണ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. അപ്പോൾ തന്നെ അത് കഠിനമായ ശിക്ഷ പാത്രം കൂടെയാണ് എന്ന് പറയുമ്പോൾ ഒരേ തിരുവത്താഴം അനുഗ്രഹത്തിനും ശിക്ഷയ്ക്കും കാരണമായി തീരാ. ഞാനത് ചിന്തിച്ചപ്പോൾ വന്നൊരു ചെറിയ എക്സാമ്പിൾ, വിശദീകരണം ആവശ്യമില്ലാത്ത എക്സാമ്പിളാണ്. ഒന്ന്, മധുരം വളരെ നല്ലതാണ്. മധുരം വളരെ അനുഗ്രഹമാണ്. മധുരം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് മധുരം വളരെ ദോഷം ചെയ്യും, വളരെ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഒരു ഡയബറ്റിക് പേഷ്യന്റ് മധുരം കഴിക്കരുത്. നമ്മള് പഠിച്ചു വന്നത് ഈ കർത്തൃമേശ അനുഗ്രഹമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ദൈവം എന്ത് മനസ്സിൽ പ്രതീക്ഷിച്ചോ അത് മനസ്സിലാക്കിക്കൊണ്ട് നാം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ധാരാളം ആത്മീയ അനുഗ്രഹങ്ങളെ കൊണ്ടുതരും. അതേസമയം നമ്മളത് അയോഗ്യമായി ചെയ്താൽ അതുപോലെ ശിക്ഷാപാത്രമായി, അതുപോലെ ഗുരുതരമായ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് ഫൈനൽ എക്സോർട്ടേഷനോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമേൻ.